തുടർന്നൊരു അല്പസമയം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതൊരു വലിയൊരു സീരീസ് മെസ്സേജാണ്. എന്നാൽ ഇതിൻ്റെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇന്ന് ലോകം മുഴുവൻ പല ദുരുപദേശ സന്ദേശങ്ങളും കടന്നു വരുന്നുണ്ട്. ആ പല ദുരുപദേശ സന്ദേശങ്ങളും കടന്നു വരുമ്പോൾ ഈ ദുരുപദേശങ്ങൾ കടന്നു വരുന്നത് മനുഷ്യരെ അട്രാക്റ്റ് ചെയ്യത്തക്ക വിധത്തിലായിരിക്കും. ദുരുപദേശങ്ങൾ വരുന്നത്, ആ ദുരുപദേശങ്ങൾ സത്യമായിരിക്കും. ഇതാ ശ്രദ്ധിക്കുക, ദുരുപദേശങ്ങൾ സത്യമായിരിക്കും ഒരു നല്ലൊരു ശതമാനം. എന്നാൽ അതിൽ ഒരല്പം ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് മനുഷ്യരെ വേർപിടിച്ച് കളയുന്ന ചില തോട്ട്സ് അതിൻ്റെ ഉള്ളിലിടും. ഇത് മനുഷ്യന് കാണാൻ പറ്റത്തില്ല. കാരണം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന മുമ്പേ പോവുകയും അതിൻ്റെ പുറകിലായിരിക്കും മനുഷ്യനെ ദൈവത്തിൽ നിന്ന്, അതായത് മനുഷ്യൻ്റെ ഡെസ്റ്റിനിയിൽ നിന്ന്, ആ മനുഷ്യൻ അവൻ ജീവിതത്തിൽ എന്താണ് അവൻ പ്രാപിക്കേണ്ടത് അതിൽ നിന്ന് അകറ്റുന്നത് ഇതിൻ്റെ പുറകെയും കാണും. അതായത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഇട്ടുകൊടുക്കും. മനുഷ്യൻ ഈ ലോകത്തിൽ എന്തിനാ ആഗ്രഹിക്കുന്നേ? രാവിലെ മുതൽ അവൻ എന്തിനാ ഓടുന്നേ? ലോകം നേടാൻ, ഒന്ന് സുഖമായി ജീവിക്കാൻ, ആമേൻ, നല്ല രീതിയിൽ പോകാൻ. ഇതാണ് മനുഷ്യന്റെ ആഗ്രഹം. ഇത് ഇട്ടാലേ മനുഷ്യനെ പിടിക്കാൻ പറ്റൂ. ഹലോ, ആമേൻ. മീനെ പിടിക്കണേ എങ്ങനെയാ സഹോദരങ്ങളെ? മീൻ എന്തിനാ കടലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേ? ഒരു ഇര കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണല്ലേ. അപ്പൊ ഈ മീനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇഷ്ടപ്പെടുന്ന ഇര ഇട്ട് കൊടുക്കണം. അറൗണ്ട് 80% ആ ചൂണ്ടക്കുളത്തില് 80% മീൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? 80% മീൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇതേപോലെ കർത്താവ് ഇവിടെ വന്നത് മനുഷ്യരെ പിടിക്കാനാണെങ്കിൽ പിശാചും ഇവിടെ ആയിരിക്കുന്നത് മനുഷ്യരെ പിടിക്കാനാണ്. മനസ്സിലായോ? പിശാച് ഇട്ടു തരുന്ന ഇരയെന്ന് പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ അന്വേഷിക്കുന്നത് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അതിന് ദൈവവചനത്തിന്റെ ഒരു മറയും കൂടി ഉണ്ടെങ്കിൽ ഭക്തന്മാരെ പിടിക്കാൻ എളുപ്പമായി. ആമേൻ. പക്ഷെ കുളത്ത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം മറന്നു പോകരുത്. കുളത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്, കുളത്ത് കാണാൻ പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഗ്ലോറി. ഇപ്പോഴത്തെ ദൈവമക്കൾക്ക് അധികവും ദൈവവചനം വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടും ദൈവവചനം കേൾക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടും അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അവരന്വേഷിക്കുന്ന ഇട്ടുകൊടുത്ത് പിശാച് അവരെയും കൊണ്ട് പോവുകയാ. ആമേൻ. ദൈവവചനത്തിലൂടെ തന്നെ ഇട്ടുകൊടുത്ത് കൊണ്ടുപോവുകയാ. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മൾ എന്തും ചെയ്യുമ്പോഴും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു വലിയൊരു സത്യം, ഒരിക്കലും ആരംഭത്തിൽ നിന്ന് ആരംഭിക്കരുത്, അവസാനത്തിൽ നിന്ന് ആരംഭിച്ചോളണം. കാരണം സഭാപ്രസംഗി, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. The end of a thing is better than its beginning. ദൈവത്തിന്റെ വചനം യെശയ്യാ 46:10 പറയുകയാണ്, ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം ഡിക്ലെയർ ചെയ്യുന്നു. അതിന്റെ അർത്ഥം അവസാനം കണ്ടട്ടേ ദൈവം ആരംഭിക്കത്തുള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. ആകയാൽ പ്രിയ മക്കളെന്ന് പോലെ എഫേസ്യർ 5:1 ദൈവത്തെ അനുകരിപ്പിൻ.
ഗ്ലോറി, ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരായി ഓടുക, അല്ല എങ്കിൽ അപകടത്തിലാകും പ്രിയ സഹോദരങ്ങളെ. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വചനം സഭാപ്രസംഗി 7:8 ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഇത് ചുമ്മാ കേൾക്കാൻ മാത്രമല്ല. ഇവിടെ പറയുകയാണ്, ബെറ്റർ ഈസ് ദ എൻഡ് ഓഫ് എ തിങ് ദാൻ ദ ബിഗിനിങ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവസാനത്തിൽ നിന്ന് തുടങ്ങുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ തീരുവാനായിട്ട് ഇടയാകും. അല്ല എങ്കിൽ ചതിക്കുന്ന ഈ ലോകത്ത് ചതിയൻ നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ട് ഇടയാകും. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇതാ 1 തെസ്സലോനിയൻസ് 5 20 പറയുകയാണ്, പ്രവചനം തുച്ഛീകരിക്കരുത്. അതായത് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ആയിരിക്കണം പ്രസംഗിക്കുന്നവൻ. അത് പ്രവചനമാണ്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അറിയുക, അതിനെ തുച്ഛീകരിക്കരുത്, തള്ളിക്കളയരുത്. ആര് പ്രസംഗിച്ചാലും ശരി, തള്ളിക്കളയരുത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. അതുകൊണ്ട് അതിനെ എല്ലാം എടുക്കണമെന്നല്ല പറഞ്ഞേ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, സകലവും ശോധന ചെയ്ത് അതിൽ നല്ലതുണ്ടെങ്കിൽ നല്ലത് മുറുകെ പിടിക്കുക. ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകാം. പിശാച് ആ വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ പിശാചിന്റെ തോഷങ്ങൾ കയറി വരാം. ആ വ്യക്തി ലോകസ്നേഹിയാണെങ്കിൽ ഇതാ ആ വ്യക്തിയിൽ നിന്ന് ലോകസ്നേഹത്തിന്റെ വാക്കുകൾ മിക്സായി വരാം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവഇഷ്ടം ഉള്ളത് കൊണ്ട് ഉപദേശം ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഗ്ലോറി, കാരണം ഓൾറെഡി ദൈവഇഷ്ടം നിങ്ങളുടെ അകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മലയാളം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് നിങ്ങൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ഭാഷ പറഞ്ഞുകൊണ്ട് പോകുന്നു, നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതിന്റെ ഇടയിലൂടെ ഒരുവൻ ഇതാ മലയാളം പറഞ്ഞിട്ട് പോകുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നത് മലയാളം പറഞ്ഞു പോകുന്നു. കാരണം എന്താ? നിങ്ങളുടെ അകത്ത് മലയാളം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ ദൈവഇഷ്ടം എന്താണ് നിങ്ങളുടെ അകത്തുണ്ട് എങ്കിൽ ഇതാ ദൈവഇഷ്ടം പ്രസംഗിക്കുമ്പോൾ അത് ദൈവഇഷ്ടമാണോ മനുഷ്യ-ഇഷ്ടമാണോ പിശാചിന്റെ ഇഷ്ടമാണോ നിങ്ങൾക്ക് തിരിച്ചറിയാം. ദൈവഇഷ്ടമല്ലാത്തതൊക്കെ ഈ ലോകത്തിൽ നിന്ന് വരുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയരെ, ഇതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ശബ്ദത്തിൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സമയത്ത് ഒരു കാര്യം തിരിച്ചറിയണം. ഇന്ന് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ശബ്ദം ദൈവവചനത്തിൽ നിന്നുള്ള ഒരു വാക്ക്, സത്യമായ വാക്കാണ്. ആ വാക്ക് ഇതാണ്: യേശു സകലതും ചെയ്തിരിക്കുന്നു. ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു വാക്കാണിത്. യേശു സകലതും ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ സെലിബ്രേഷൻ, അതിൻ്റെ ആഘോഷമേ ഉള്ളൂ. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ നോക്കുമ്പോഴോ പൗലോസ് എഴുതിയ 13 ലേഖനങ്ങളിലേക്ക് കയറുമ്പോഴോ ഹെബ്രായ ലേഖനങ്ങളിലേക്ക് കയറുമ്പോഴോ യേശുക്രിസ്തുവിന്റെ 7 ലേഖനങ്ങളിലേക്ക് കയറുമ്പോഴോ ആ ലേഖനങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല അല്ലെ? പൗലോസിന്റെ അറിയാം, പത്രോസിന്റെ അറിയാം. അങ്ങനെ ഏതാനും കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് പുറകെ നടന്ന് പോയിരിക്കുന്ന ഏതോ വ്യക്തികളുടെ, അപ്പോസ്തലന്മാരുടെ, ജോണിന്റെയൊക്കെ അറിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ലേഖനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ലേഖനമുണ്ട്. ചെറിയ ലേഖനങ്ങളാണ്. 7 സഭകൾക്ക് യേശു നേരിട്ട് പറയുകയാണ്. ഈ ലേഖനങ്ങൾ വായിക്കുമ്പോഴോ ഒന്നും കാണാത്ത ഒരാവേശം ഇന്ന് ഈ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. ജനം ആവേശത്തോടെ അതിലേക്ക് കുതിക്കുകയാണ്. ആവേശത്തോടെ അതിലേക്ക് കുതിക്കുക. കാരണം യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു.
ഇത് കേൾക്കുമ്പോൾ ഈസി വേയിൽ കാര്യം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ജനം ഇതാ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ആമേൻ. ജനത്തിന്റെ ഒരു ബലഹീനത അതാ. ഈസി വേയിൽ കാര്യം നടക്കണം. പണ്ട് ചെറുപ്പത്തിലേ ഞാന് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് എൻ്റെ പപ്പയോടും അമ്മയോടും കൂടെ പോയപ്പോൾ എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ ചെന്നു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അവരെ ഏകദേശം ഒരാഴ്ച അങ്ങോട്ട് സമയം പറഞ്ഞു അതിനൊന്ന് കഴുകി കിട്ടാൻ. ഇന്ന് അതുപോലത്തെ സ്റ്റുഡിയോയിൽ ആരെങ്കിലും പോവോ? പോകത്തില്ല. ആ ഒരാഴ്ച എന്നുള്ളത് വീണ്ടും തുടർന്ന് കടന്നു വന്നപ്പോൾ അത് 3 ദിവസമായി, 2 ദിവസമായി, 1 ദിവസമായി, പിന്നെ ഇതാ 2 മണിക്കൂറിനുള്ളിൽ കിട്ടുന്നതായി അവിടെ ഇവിടെ എഴുതി വെക്കാൻ തുടങ്ങി. ഇതാ 1 മണിക്കൂറായി, ഇതാ അത് 20 മിനിറ്റായി, ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നതായി. ഗ്ലോറി. ഇത് ലോകത്തിന്റെ രീതിയാ. അപ്പോൾ ജനം ഒരിക്കലും ഒരു പ്രയാസമുള്ള രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് എളുപ്പം കാര്യം നടക്കുവാനാണ് ജനം ആഗ്രഹിക്കുന്നത്. ഈ ചിന്തകളൊക്കെ പിശാചങ്ങ മുതലെടുക്കുകയാണ്. ഇതാ പ്രിയ സഹോദരങ്ങളെ, വചനം സത്യമാ. ഈ സത്യമായ വചനത്തിലൂടെ ജ്വലിപ്പിക്കുന്നത് ജനത്തിന്റെ അകത്തുള്ള ആഗ്രഹങ്ങളെ ജ്വലിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സത്യവചനം? എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? യേശു സകലതും നിവർത്തിയാക്കി എന്ന് പറഞ്ഞല്ലോ. എന്താണ് യേശു നിവർത്തിയാക്കിയത്? സകലതും എന്ന് പറഞ്ഞപ്പോ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇതൊന്നും മനസ്സിലാക്കി നിങ്ങളുടെ അകത്ത് ഇതാരും തന്നെ ഉറപ്പിക്കുക. അല്ലായെങ്കിൽ ലോകത്തിൽ അനേകർ ഈ സത്യമായ വചനത്തെ തെറ്റായി ധരിച്ചുകൊണ്ട് ഇതിന്റെ പുറകെ പോയി അവസാനിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എല്ലാം ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു കൊള്ളണം. ആമേൻ. ഒരുവൻ സത്യമായ വചനത്തിന്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, അവന്റെ അകത്തുനിന്ന് ദൈവപുത്രൻ വെളിപ്പെടാൻ തുടങ്ങും. അവൻ ജീവിതത്തെ താഴ്മയിൽ നിന്ന് താഴ്മയിലേക്ക് വരാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന ആ സ്വഭാവങ്ങൾ അവസാനിക്കാൻ തുടങ്ങും. പകരം മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ ആരംഭിക്കും. പ്രസംഗത്തിലോ പ്രസംഗത്തിന്റെ വാക്കുകളിലോ മറ്റുള്ളവരെ കളിയാക്കുന്ന അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും വരികയില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, കർത്താവ് പറഞ്ഞതുപോലെ സകലവും ഫലം നോക്കി തിരിച്ചറിയുക, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊന്ന് സഹായിക്കുവാൻ, ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ട് തീരുന്ന ഒരു സന്ദേശമല്ല ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ചില നാളുകൾ ഇത് കേട്ടേ മനസ്സിലാകത്തുള്ളൂ. എന്നാലും നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവിൽ ഒന്ന് സഹായിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയരെ, കടന്നു വന്നാട്ടെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നിവർത്തിയായി. ഈ ഒരു വാക്യം മാത്രം മുറിച്ചെടുത്തിട്ടാണ് ഇതാ വളരെ പ്രാധാന്യം ഈ വാക്യത്തിന് കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരോ യേശുവോ ഈ വാക്യം ഇതേപോലെ തന്നെ മുറിച്ചെടുത്ത് ആംപ്ലിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ ഈ വാക്യം ഇതേപോലെ മുറിച്ചെടുത്ത് ആംപ്ലിഫൈ ചെയ്ത്, അതായത് വലുതാക്കി പെരുപ്പിച്ച് കാണിച്ച് ജനത്തെ ഇവിടെ കെട്ടി നിർത്തുന്ന രീതിയിലാണ് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വാക്യം സത്യമാണോ? സത്യമാണ്. ഇതിന് പ്രാധാന്യമുണ്ടോ? വളരെ പ്രാധാന്യമുണ്ട് താനും. എന്താണിത്? അതിന് ഇംഗ്ലീഷും കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവർ എഴുതിയിട്ടുണ്ട്: When Jesus therefore had received the vinegar,
he said, "It is finished. It is finished." And he bowed his head and gave up his spirit. It is finished. അപ്പോ ആരോടോ പറയുന്നത് പോലെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതിന്റെ അർത്ഥം ആരോ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തുകൊണ്ട് ഇരുന്ന് തുടർന്ന് അവസാനം അത് കഴിയുമ്പോൾ നമ്മൾ എന്നാ പറയും? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? ആരോ എന്തോ ഒരു ജോലി യേശുവിനെ ഏൽപ്പിച്ചതുപോലെയും ആ ജോലി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി കഴിയുമ്പോൾ ദിവസവും വൈകിട്ട് എന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു സ്വരം. അപ്പോൾ യേശു ക്രിസ്തു ആരുടെയെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആയിരിക്കുമോ വന്നത്? നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം, ഇതേ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. കണ്ടോ കണ്ടോ കണ്ടോ? യേശു ഇവിടെ ഒരു പ്രവൃത്തിക്ക് വന്നതാ. യേശുവിനെ അയച്ച ഒരാളുണ്ട്, ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വന്നതാ. അമ്മേ, മനസ്സിലായോ? ഇപ്പൊ ആരെയായിരിക്കും റിപ്പോർട്ട് ചെയ്തത്? അയച്ച പിതാവിനെയാ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയം തന്നെ യേശുവിനൊരു ആഗ്രഹമുണ്ട്. പാതാളമേ കേട്ടോ, ലോകമേ മനുഷ്യരെ കേട്ടോ, ഞാനിത് പൂർത്തീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, ഇനി അത് ആരുടെ പ്രവൃത്തിയാണ് എന്നറിയണമെങ്കിൽ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആരുടെ പ്രവൃത്തിയാ ഇതറിയണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശു തന്റെ 12-ാമത്തെ വയസ്സിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു ഡീറ്റെയിൽഡ് പ്രസംഗമല്ല, ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. ആ ടൈറ്റിലില് നമുക്ക് കിങ് ജെയിംസ് വെർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 49-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ 12 വയസ്സായപ്പോൾ യെരുശലേം ദേവാലയത്തിൽ കാണാതെ പോവുകയും മാതാപിതാക്കന്മാർ ഇതാ അന്വേഷിച്ച് ചെല്ലുമ്പോൾ യേശു ക്രിസ്തു അവരുടെ പരിഭവം കേട്ട്, മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പരിഭവം കേട്ട് അവരോട് തിരിച്ചു പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം യേശുവിന്റെ ഇവിടുത്തെ ജോലി എന്താണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് യേശു ഫിനിഷ്ഡ് ചെയ്തതെന്ന് യേശു പറഞ്ഞതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 49-ാം വാക്യത്തിൽ യേശു മറുപടി പറയുകയാണ്, അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇത് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല എന്താ പിതാവിനുള്ളതിൽ. എന്നാൽ കിങ് ജെയിംസ് വെർഷനിലേക്ക് നോക്കിയേ, അവിടെ എഴുതിയിരിക്കുകയാണ്, ആൻഡ് ഹി സെഡ് unto them, how is it that you sought me? Wist ye not that I must be about my father's business? ഞാൻ എൻ്റെ ഫാദേഴ്സ് ബിസിനസ്, അതായത് എൻ്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ യേശു എന്തിനാ ഇവിടെ വന്നേ? പിതാവിന്റെ ബിസിനസ് ചെയ്യാൻ. ഇപ്പൊ മനസ്സിലായോ ആരാ യേശുവിനെ അയച്ചെന്ന്? പിതാവാ. ഇപ്പൊ മനസ്സിലായോ ആരോടാ യേശു റിപ്പോർട്ട് ചെയ്തെന്ന്? പിതാവിനോടാ. ഗ്ലോറി ടു ഗോഡ്. ഈ വാക്യം ഇതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ വാക്യം എടുത്തിട്ട് നമുക്കൊരു ഫ്രീ ജീവിതം നയിക്കുവാനായിട്ട് ഈ വാക്യം എടുത്ത് വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അതൊരു അപകട രീതിയിലേക്ക് വരും. ഇനി ശ്രദ്ധിച്ചേ, എന്നാൽ യേശു പറഞ്ഞു സകലത നിവൃത്തിയായി എന്നാണല്ലോ യേശു പറഞ്ഞേ. അതെ, എന്താണ് സകലതും? തന്നെ
പിതാവ് അയച്ചപ്പോൾ അതിൽ എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ നിവൃത്തിയാകാനുള്ളത് അത് ഇതാ താൻ സകലതും പൂർത്തിയാക്കുകയാണ്. മനസ്സിലായോ? തന്റെ സമയം താൻ തക്കത്തിൽ ഉപയോഗിച്ചു. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് താൻ തന്റെ സമയത്തെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് ലോക സിസ്റ്റത്തിൽ ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളുടെ സമയം മുഴുവൻ പിശാചി പിടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അവന് നിങ്ങളെ കുറിച്ച് വിഷമമില്ല. പക്ഷേ നിങ്ങൾ സത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ പിശാചിന്റെ ശ്രമം എന്ന് പറയുന്നത് നിങ്ങളെ എന്ത് ചെയ്യാനായിരിക്കും അറിയാമോ? നിങ്ങൾ വളരെ ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ പിശാചിന്റെ ചിന്ത ചിന്ത എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ സമയത്തെ പിടിക്കുവാൻ മറ്റൊരു ഗുഡ് തിങ്സ് നിങ്ങൾക്ക് തരിക, ഗുഡ് തിങ്സ് തരിക, നല്ല കാര്യം നിങ്ങൾക്ക് തരിക. ആമേൻ, ഹല്ലേലൂയ. നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് നല്ലതാണെന്ന് തോന്നും. അങ്ങനെയുള്ളത് തന്നിട്ട് നിങ്ങളെ പിടിക്കാം. അല്ല, നിങ്ങളെ പാപത്തിൽ പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ലോക സിസ്റ്റത്തിലേക്ക് തള്ളിയിട്ട് പിടിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെങ്കിൽ പിശാച് അതിലും ബുദ്ധിമാനാണ്. അവൻ ഇനി നിങ്ങളെ പിടിക്കാൻ പോകുന്നത് ഇതാ എന്താണെന്നറിയാമോ? നിങ്ങളെ നല്ലതിനിട്ട് അവൻ പിടിക്കും. അതായത് യേശുവിന്റെ അടുക്കൽ വന്നതുപോലെ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയ്, ഇതാ എൻ്റെ സഹോദരനുമായി എൻ്റെ സ്വത്തിന്റെ തർക്കം ക്രമീകരിച്ച് തരുവാൻ യേശുവെ നീ വന്നാലും. മനസ്സിലാവുന്നുണ്ടോ? നല്ല കാര്യമല്ലയോ? നല്ല കാര്യമല്ലയോ? മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോക ചിന്താഗതി ആണെങ്കിൽ തീർച്ചയായും നല്ലൊരു എമൗണ്ട് സ്വത്തുണ്ടാകും. തീർച്ചയായും ഒരു 2% എങ്കിലും കിട്ടാതെ ഇരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനാൽ അതിനോടിപ്പോകും. ദൈവം തന്ന വാല്യുബിൾ ടൈം ഇതാ നല്ലതെന്ന് പറഞ്ഞ് പിശാചി പിടിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അതിൽ കയറും പിടിക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ നിങ്ങൾ 2 പ്രതീക്ഷിച്ച് പോയി, അവർ ഒന്നും തന്നില്ല, അല്ലെങ്കിൽ ചെറുതെന്തെങ്കിലും തന്നു വിട്ടു, നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും സംസാരിച്ചു, അവസാനം അത് പ്രശ്നമായി, അവരുമായിട്ട് വഴക്കായി. ഇന്നത്തെ മോഡേൺ അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ അത് ഫേസ്ബുക്കിലും വരും, ട്വിറ്ററിലും വരും, നിങ്ങളുടെ സാക്ഷ്യവും പോകും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ പിശാചിന്റെ ഒരു തന്ത്രമാണ്, പിശാചിന്റെ ഒരു തന്ത്രം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ജീവിതം നയിക്കാൻ. യേശുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വന്നപ്പോ യേശു പറഞ്ഞു, എന്നെ ആരാ നിന്റെ അപ്പന്റെ സ്വത്ത് വായിക്കുന്നതാക്കിയത്? എന്നെ എന്റെ പിതാവ് അയച്ചത് നിന്റെ അപ്പന്റെ സ്വത്ത് വായിക്കാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് അവസാനം അത് ഫിനിഷ് ചെയ്യാനാ. അങ്ങനെ എനിക്ക് സകലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? എന്റെ സകല സമയവും ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് എനിക്ക് സകലതും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് സകലതും പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു സമയം പോലും ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകുവാൻ നാം അനുവദിക്കരുത്. ആമേൻ. നമ്മളുടെ ആ ഫോക്കസ് യേശു എങ്ങനെ ഫോക്കസ് ചെയ്തു, നമ്മളും തീരുമ്പോൾ പറയണം, സകലതും പൂർത്തിയാക്കി, സകലതും പൂർത്തിയാക്കി. ഓ ബ്രദറെ, ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം യേശു സകലതും പൂർത്തിയാക്കിയില്ലേ. പൗലോസ് മരിച്ചപ്പോ, പൗലോസ് മരിക്കാൻ പോകും, പൗലോസ് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. എന്താ ഇവർക്ക് ഇങ്ങനെ പറയാൻ കാരണം? അവർക്ക് കൊടുത്ത സമയം അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു. പല നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവർ ഓടുകയല്ല ചെയ്തേ, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ അവർ ഓടി. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നല്ല കാര്യവും റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്കൊരു മാരുതി 800 കാറെന്ന് ചിന്തിച്ചേ, അതിൻ്റെ ടയർ പഞ്ചറായി. നിങ്ങളുടെ ഒരു സ്നേഹിതൻ, വളരെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നു, വളരെ വില കൂടിയ ഒരു കാറിന്റെ ടയറുമായിട്ട്, മെഴ്സിഡസ് ബെൻസിന്റെ ടയറുമായിട്ട് വന്നു. നല്ലതല്ലേ ടയർ, ബ്രാൻഡ് ന്യൂ ടയറാ, പക്ഷേ റൈറ്റ് ആണോ? അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നല്ലത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആ പർപ്പസിനെ തെറ്റിച്ച് കളയുക. പിശാച് വളരെ തന്ത്രശാലിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തികച്ചത്, എന്താണ് തികയ്ക്കാതിരുന്നത്, എന്താണ് കാൽവരി ക്രൂശിൽ ആരംഭിച്ചത്,
ഇതൊക്കെ ജനം ഒന്ന് മനസ്സിലാക്കിയാൽ, പ്രിയ സഹോദരങ്ങളെ, ഈ കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ല എങ്കിൽ കുളത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇര പോലെ നിങ്ങൾ അതിനെ കാടിക്കും, നല്ല രുചി ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കുളത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ കുളത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ കുളത്തി വലിച്ചു മാറ്റിയിടാനുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നല്ലതും സത്യവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ പിശാച് ദൈവമക്കളെ വലിച്ചു മാറ്റത്തുള്ളൂ. ഇതിനും പറ്റിയില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, വൃതന്മാരെ തെറ്റിച്ചു കളയുവാൻ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടി ആയിരിക്കും അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത വരാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഈ സമയങ്ങളിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രദ്ധിച്ച് ഇതിലൂടെ മുന്നോട്ടേക്ക് പോവുക. ദൈവം നിങ്ങളെ അവിടെ സഹായിക്കട്ടെ. ശ്രദ്ധിച്ച് ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഡിട്രോണമി 13-ാം അധ്യായം, ആവർത്തനം 13-ാം അധ്യായത്തിൽ പറയുകയാണ്. ശ്രദ്ധിച്ച് അതിന്റെ 1-ാം വാക്യം, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പഴയ നിയമമാട്ടോ, ഇതൊരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെയ്ത് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയോ ചെയ്താൽ, ശ്രദ്ധിച്ചോ, പ്രവചിച്ചു, അത്ഭുതം പറഞ്ഞു, അടയാളം പറഞ്ഞു, സംഭവിച്ചു, ചെയ്താൽ കർത്താവ് പറയുകയാണ്, ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. കാരണം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സേവിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കാവുന്നു. കണ്ടോ? അപ്പൊ ഈ കള്ളപ്രവാചകൻ വരാൻ അനുവദിച്ചത് ആര് തന്നെയാണ്? ഹലോ, ഈ കള്ളപ്രവാചകൻ വരാൻ അനുവദിച്ചത് ആര് തന്നെയാണ്? ദൈവം തന്നെ അനുവദിച്ചതാ. ഇതിൽ എത്ര ഉണ്ട് നല്ലതും എത്ര ഉണ്ട് പതിരെന്ന് അറിയാനാ. മനസ്സിലായോ? ആ പ്രവാചകൻ വന്നാൽ അത്ഭുതം നടക്കും, ആ പ്രവാചകൻ വന്നാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ആ പ്രവാചകൻ തിരിക്കുന്നത് ദൈവത്തിലേക്കായിരിക്കത്തില്ല, ആ പ്രവാചകൻ തിരിക്കുന്നത് ദൈവത്തിനെതിരായിരിക്കും. പുതിയ നിയമത്തിൽ പറഞ്ഞാൽ ആ പ്രവാചകൻ തിരിക്കുന്നത് ലോകത്തിലേക്കായിരിക്കും. മനസ്സിലായോ? പഴയ നിയമത്തിൽ അന്യ ദൈവത്തിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞാൽ ലോകത്തിലേക്കായിരിക്കും. പഴയ നിയമത്തിൽ കർത്താവ് പറയുന്നത് അന്യ ദൈവങ്ങളെ സേവിക്കരുത്, പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. ഗ്ലോറി. ലക്ഷ്യം നോക്കിയാൽ അറിയാം ഇതിന്റെ പുറയിൽ ആരാണെന്ന്. മനസ്സിലായോ? ലക്ഷ്യം നോക്കിയാൽ അറിയാം ആരാണെന്ന്. പഴയ നിയമത്തിൽ പറയുന്ന അന്യദൈവങ്ങളെ സേവിക്കരുത്, പുതിയ നിയമത്തിൽ പറയുകയാണ് ഈ ലോകത്തെയോ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ തന്റെ പ്രസംഗത്തിലൂടെ ജനത്തെ ലോകത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, കാരണം ജനം എന്താഗ്രഹിച്ചാ വരുന്നേ? ലോകം. മനസ്സിലാവുന്നുണ്ടോ? ലോകം ആഗ്രഹിച്ചു വരുന്ന ജനം, ഈ ലോകം ആഗ്രഹിച്ച വരുന്നത്. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ, നിങ്ങൾ അധികം പേരും ആഗ്രഹിക്കുന്ന ലോകമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിശാച് തരാൻ ആഗ്രഹിക്കണോ എന്താ? ലോകം. യേശുവിന് എന്ത് കൊടുക്കാന്ന് പറഞ്ഞേ? ഈ ലോകം അതിന്റെ സകല മഹത്വം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ സിസ്റ്റം വേറെയാ, ദൈവത്തിന്റെ സിസ്റ്റം വേറെയാ. ദൈവത്തിന്റെ സിസ്റ്റം പറയുന്നു, ആ മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ, അതോടെ നിനക്ക് ഈ ലോകത്ത് വേണ്ടത് ആഡ് ചെയ്യപ്പെടും. രണ്ടും രണ്ട് സിസ്റ്റങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്, ടെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ആരെല്ലാം എവിടെ നിന്നെല്ലാം കേൾക്കുന്നുവോ, പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹൃദയം ഈ ലോകത്തിലേക്കാണ് ഒരു പ്രസംഗത്തിലൂടെ കൊണ്ടുവരുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൂ, അത് യേശു ക്രിസ്തു വചനത്തിൽ കാണുന്ന യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ
ഇതാ അവർ പ്രസംഗിക്കുന്നു, ഞങ്ങളിൽ നിന്ന് വരാത്ത മറ്റൊരാത്മാവിനെ, ഇതാ മറ്റൊരു സുവിശേഷത്തെ. ഏതാ മറ്റൊരു സുവിശേഷം? യേശുവിന്റെ സുവിശേഷം. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊരു സുവിശേഷം എന്താ? ദൈവരാജ്യമല്ല, ലോകം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഏറ്റെടുക്കുക, അല്ല എങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ തെറ്റിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ദൈവം തരുന്ന ഭൗതിക നന്മകൾക്കൊക്കെ നന്ദി പറയണം, ഗ്ലോറി. പക്ഷെ ഞാൻ എൻ്റെ അകത്തുള്ള ദൈവിക സിസ്റ്റം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അടുത്തതിന് നന്ദി പറയുന്നവരായി തീരുന്ന ഒരു കാലം വരും. മനസ്സിലായോ? ദൈവം തന്ന ഭൗതിക അനുഗ്രഹങ്ങൾ തെറ്റാണെന്നല്ല, അതൊക്കെ നല്ലത് തന്നെ, ദൈവം തരിക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കൂടി തരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾ, അതായത് ഇപ്പൊ ഇവിടെ ഈ റൂമിൽ ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്, സത്യമാണ്, ട്യൂബ് ലൈറ്റിന് വെളിച്ചമുണ്ട്, അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സൂര്യൻ കത്തിക്കഴിയുമ്പോൾ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തെ ആളുകൾ മറന്നുപോകും. ഇതേപോലെ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരണം, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വരണം. ദൈവരാജ്യവും ദൈവരാജ്യത്തിന്റെ മഹത്വവും കാണുമ്പോൾ ഈ ലോകത്തിലുള്ളത് നല്ലതാ, അത് കത്തുന്നുണ്ട്, അതിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ മങ്ങിപ്പോകും. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള താൽക്കാലികത്തിന് ഭംഗി കൊടുത്തുകൊണ്ട് അതിന് വലിയ സാന്നിധ്യവും വലിയ സൗരഭ്യമൊക്കെ കൊടുത്തുകൊണ്ട് പ്രകാശിപ്പിക്കുകയല്ല വേണ്ടത്. പകരം യേശു എന്താണ് തരാൻ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥ സുവിശേഷം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യമാ. എന്നാൽ മറ്റൊരു സുവിശേഷം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലായിട്ടുള്ളവർക്കറിയാം, ഈ ലോകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഹോളാ. മനുഷ്യർക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഹോളാണിത്. ഒരു ശരീരം കിട്ടിയതോടുകൂടെ നമ്മൾ ഈ പ്ലാനറ്റിലേക്ക് ഇറങ്ങി, ഇതാ എക്സാം ആരംഭിച്ചു. നമ്മുടെ ശരീരമാ ഹോൾ ടിക്കറ്റ്. ശരീരം വിട്ടാൽ ഉടനെ ഇവിടുന്ന് പൊക്കോളണം. എന്നിട്ട് എക്സാം റിസൾട്ടാണ് പിന്നെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും ചെയ്താകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും മറന്നു പോകരുത്. 2 Corinthians 5:10 ഈ പറഞ്ഞത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, എന്നാൽ ഈ സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ എന്താണ്, ഏത് പോയിന്റാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മുന്നോട്ടേക്ക് പോകാൻ പോയി. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലെ പ്രിൻസിപ്പിൾ ആണ്. ആദ്യം തന്നെ അവസാനം ഡിക്ലെയർ ചെയ്യുന്നു. ആരംഭത്തേക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീസസ്, ഐ ഗീവ് യു ഗ്ലോറി. ദൈവത്തിന്റെ മഹത്തേറിയ പദ്ധതിയിൽ ഒരു ചെറിയൊരു ഭാഗം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ അവിടെ വായിക്കുവാനായിട്ട് ഇടയായത്. എവറിത്തിങ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഫിനിഷ്ഡ് ആയത്, എന്തൊക്കെ ഫിനിഷ് ആയിട്ടില്ല, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അറിവില്ലാത്ത ജനത്തോട് ഇത് സകലതും പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനം തെറ്റിദ്ധരിക്കപ്പെടും. കാരണം അവർക്ക് ദൈവത്തിന്റെ പദ്ധതി അറിഞ്ഞുകൂടാ. ഇപ്പോ നിങ്ങൾ ഈ നെറ്റിലൂടെ ഇത് കേൾക്കുന്ന, അല്ലെങ്കിൽ ടി വിയിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോയിലൂടെ ഇത് കേൾക്കുന്ന വ്യക്തികളോട്, ഇതോ ഒന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുക, നീ എന്തിനാ ഇവിടെ ജീവിക്കണേ? ആ ചോദ്യത്തിന് മുമ്പിൽ പുള്ളി വണ്ടടിക്കും. അപ്പോൾ എന്തിനാ ജീവിക്കണേന്ന് പോലും അറിയാൻ പാടില്ലാത്ത വ്യക്തിയോടാണ് പറഞ്ഞത് സകലതും പൂർത്തിയായത്. അവനൊന്നും മനസ്സിലാകുന്നില്ലത്, എന്താ ഈ സകലതും പൂർത്തിയായി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഫിനിഷ്ഡ് ആയെന്ന് പറയുമ്പോൾ പൂർത്തിയായത്, ഫിനിഷ്ഡ് ആയത്, എന്തെല്ലാം കാര്യങ്ങളാണ് പൂർത്തിയാകാഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളാണ് ആരംഭിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആദ്യമേ പോകുന്നത് എന്തെല്ലാം പൂർത്തിയായെന്നല്ല പോകുന്നത്, എന്തെല്ലാം പൂർത്തിയായിട്ടില്ല എന്നാണ് അന്വേഷിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്തെല്ലാം പൂർത്തിയായിട്ടില്ല എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷമല്ലേ എന്തെല്ലാം തുടങ്ങിയെന്ന് നോക്കാൻ പോണേ.
അതിനുശേഷമാണ് എന്തെല്ലാം പൂർത്തിയായി നോക്കാൻ പോണേ. അപ്പൊ അവസാനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തെല്ലാം പൂർത്തിയായിട്ടില്ല ഇതാദ്യം മനസ്സിലാക്കണമെങ്കിൽ ഇതാ ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. അത് വലുതായിട്ട് തരാൻ ഇപ്പോൾ പറ്റത്തില്ല, തുടർന്നുള്ള സമയങ്ങളിൽ അത് തരുവാനായിട്ട് ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതാ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മത്സ്യം. അതായത് നിങ്ങൾ ഈ കൂട്ടത്തില് ഇപ്പോ ഒരു പിതാവ്, ഒരു മകൻ, ഇപ്പൊ നമ്മുടെ റോയ് ബ്രദർ ഒരു മത്സ്യത്തെ ചില ചിന്തകളോടുകൂടെ വളർത്താൻ തീരുമാനിച്ചു. മത്സ്യത്തെ വെള്ളത്തിലിട്ടു. ഇതാ വെള്ളത്തിലിട്ട് വളർത്താൻ പോയപ്പോൾ ഈ മത്സ്യം ഈ വെള്ളത്തിന്റെ മുകളിൽ വന്ന് നിങ്ങൾ നോക്കിക്കുന്ന സമയത്ത് ഒരു പൂച്ച വന്ന് അതിനൊരു ഒറ്റക്കടി ഇതാ കരയിലേക്ക് അതിനെ തെറിപ്പിച്ചു. അത് പിടച്ചു, കരയിൽ തെറിച്ചു. ഈ മത്സ്യം കിടന്ന് പിടക്കനെ കണ്ടപ്പോ പൂച്ചയ്ക്ക് പേടി. പൂച്ചയ്ക്ക് നോക്കി നിൽക്കുക, ഇതിനെ പിട നിർത്തിയിട്ടാണ് അടുത്ത കടി അടിക്കാൻ. ഇതിന്റെ ഇടയിലാണ് റോയ് ബ്രദർ തന്റെ മോനായ റൂബേനെ അയച്ചു. എന്തിനാണെന്നറിയാമോ? ഈ മത്സ്യത്തെ എടുത്ത് തിരിച്ച് വെള്ളത്തിലിടാൻ. എന്നിട്ട് എന്തിനാണോ റോയ് ബ്രദർ മത്സ്യത്തെ വെള്ളത്തിലിട്ടത് ആ പദ്ധതി പൂർത്തിയാക്കണം. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ആദത്തെ ഉണ്ടാക്കി ഏദൻ തോട്ടത്തിൽ വെച്ചു. അവിടത്തെ പൂച്ച പിശാജ് വന്നു. പിശാജുമായിട്ട് ഉള്ള സംസാരത്തിൽ ഇതാ ആദം പിടിക്കപ്പെട്ടു, പാപിയായി. അവസാനം ആദം ആ പൂച്ച വെള്ളത്തിൽ നിന്ന് ആ മത്സ്യം വെള്ളത്തിൽ നിന്ന് വെളിയിൽ പോയതുപോലെ, കരയിൽ വീണതുപോലെ ഇതാ ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി ലോകത്തിൽ. ഇതാ പിടയ്ക്കാൻ തുടങ്ങി, മരിക്കാൻ പോവാ. ആ മത്സ്യം പിടയ്ക്കുന്ന പോലെ പിടയ്ക്കാൻ തുടങ്ങി. കാരണം മനുഷ്യന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞ ഏദൻ തോട്ടമാ, ദൈവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ പുറത്തുപോയി. മീൻ ജീവിക്കേണ്ട വെള്ളത്തിലാ, കരയിലല്ല. കരയിൽ പോയാൽ മരിക്കും. അന്ന് മുതൽ മനുഷ്യവർഗത്തിന് മരണം ആരംഭിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ അതിനുശേഷം ഇതാ പിതാവായ റോയ് ബ്രദർ തന്റെ മകനെ അയച്ച് ആ പിടയ്ക്കുന്ന മത്സ്യത്തെ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് വെള്ളത്തിലിട്ടതുപോലെ ഇതാ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുവിനെ അയച്ച് ഇതാ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഇതാ ലോകത്തിൽ ഇതാ മരണത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന മക്കളെ എടുത്ത് ഇതാ ഏതിനു പകരം സഭയിലാക്കി. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഏതിനു പകരം സഭയിലാക്കി. ഇതാ ആ മത്സ്യത്തെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് റോയ് ബ്രദറിന്റെ പ്രൊജക്ട് പുനരാരംഭിച്ചതുപോലെ യേശു പിതാവിന്റെ പ്രൊജക്ട് പുനരാരംഭിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഇന്നലത്തെ എക്സാമ്പിൾ ആണെങ്കിൽ പറയുകയാണെങ്കിൽ റോസാക്കൊമ്പ് റോയ് ബ്രദർ തോട്ടത്തിൽ നട്ടു. പട്ടി വന്ന് ഒരൊറ്റ തട്ട്, റോസാക്കൊമ്പ് തെറിച്ചുപോയി. കൊമ്പ് നട്ടത് വലിയ സ്വപ്നത്തോടു കൂടി, അത് വളർന്ന് മനോഹരമായ റോസാപ്പൂക്കളൊക്കെ ഉണ്ടാകുന്ന സ്വപ്നത്തോടു കൂടിയാണ് നട്ടത്. പക്ഷെ പട്ടിക്കറിയോ, പട്ടി വന്ന് തട്ടിക്കളഞ്ഞു, കൊമ്പ് തെറിച്ചു പോയി. വെയിൽ കൊണ്ട് കൊമ്പ് ഉണങ്ങാൻ തുടങ്ങി. ഉണങ്ങി തീർന്നതിന് മുമ്പ് ഇതാ റോയ് ബ്രദർ തന്റെ മോനായ റൂബേനെ അയക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? റൂബേൻ ചെന്നിട്ട് ആ ഉണങ്ങി തീരാറായ കൊമ്പിനെ എടുത്ത് വീണ്ടും കൊണ്ടേ തോട്ടത്തിൽ നട്ടു. എന്തിനാ? തന്റെ അപ്പനായ റോയിയുടെ ഹൃദയത്തിൽ ആ റോസാ കമ്പിനെ കുറിച്ച് ഒരു ചിന്തയുണ്ട്. മനസ്സിലായോ? ആ ചിന്ത പൂർത്തിയാക്കാൻ. ഗ്ലോറി. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ആദത്തെ ഏദനിൽ വെച്ചപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ ആദത്തെയും തലമുറകളെയും കൊണ്ടൊരു ചിന്തയുണ്ട്. ആ ചിന്ത ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിന്റെ പേരാ ദൈവ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു ക്രിസ്തു ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ മകനായ റൂബേൻ കടന്നുപോയി ആ ഉണങ്ങിപ്പോകുന്ന റോസാ കൊമ്പിനെടുത്ത് ഇതാ തോട്ടത്തിൽ നട്ടതുപോലെ, അല്ല എങ്കിൽ ആ കരയിൽ കിടന്ന് പിടയ്ക്കുന്ന മത്സ്യത്തെ വീണ്ടും തിരിച്ച് വെള്ളത്തിലിട്ടതുപോലെ. ഗ്ലോറി.
നമ്മൾ പാപത്താൽ പിടിക്കപ്പെട്ട് പിശാചിന്റെ കൈകളിലായിരുന്ന വ്യക്തികളെ പാപത്തിന്റെ അധികാരിയായ പിശാച് നമ്മളെ വിടുവിച്ച് പാപത്തിന് ജഡത്തിൽ കാൽവരി ക്രൂശിൽ ശിക്ഷ വിധിച്ചിട്ട് നമ്മളെ അവിടെ നിന്ന് മോചിച്ചിട്ട് ഏതിന് പകരമായി ഇതാ സഭയിലാക്കി രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. കാൽവരി ക്രൂശിൽ തന്റെ അവസാനമുള്ള രക്തം കൊടുത്ത് സഭയെ വിലയ്ക്ക് വാങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഇനി ആ റോയിബറിന്റെ ഇഷ്ടം നടക്കണം എന്നതുപോലെ ആ റോസാ കൊമ്പ് വളർന്ന് ഇതാ അതിൽ അനേക പുഷ്പങ്ങൾ ഉണ്ടാകണം എന്നതുപോലെ ഇനി ഈ സഭയിലായിരിക്കുന്ന നമ്മൾ ഇനിയാണ് പ്രൊജക്ട് ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രൊജക്ട് ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. ഇതുകൊണ്ടാണ് പൗലോസ് ഒക്കെ പറയുവാനായിട്ട് ഇടയാകുന്നത്. ശ്രദ്ധിച്ചേ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിന്റെ ഒരു പേരാണ് ഹയർ കോളിംഗ്. ആ റോയിബറിന്റെ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തിന് അത് അപ്പന്റെ ഇഷ്ടമാണ്. അപ്പന്റെ പ്രൊജക്ട് ചെയ്യാനാണ് മോനായ റൂബൻ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അപ്പന്റെ പ്രൊജക്ട് നടന്നിട്ടില്ല. വീണുപോയ അല്ലെ കരയിലേക്ക് വീണ മത്സ്യത്തെ പിടിച്ച് തിരിച്ച് വെള്ളത്തിലിട്ടതേ ഉള്ളൂ. പറിച്ച് മണ്ണിൽ നിന്ന് പറിച്ചു കളഞ്ഞ റോസാ കൊമ്പിനെടുത്ത് തിരിച്ചു കുത്തിയിട്ടേ ഉള്ളൂ. അപ്പന്റെ ഇഷ്ടമൊന്നും നടന്നിട്ടില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്ന രംഗം എന്താണെന്ന് അറിയാമോ? അതിന്റെ 3-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം. അതായത് പൗലോസ് രക്ഷിക്കപ്പെട്ട ആളാണ്, അപ്പസ്തോലനാണ്, ഫിനിഷ്ഡ് വർക്ക് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആളാണ്. എന്നാൽ ആ പൗലോസ് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ 3-ാം അധ്യായം നമുക്ക് കാണാം. 3-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഗ്ലോറി. പൗലോസേ, നീ പൂർണ്ണനല്ലേ? യേശു അവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? പൗലോസ് പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞോന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസേ, എന്ത് വിഡ്ഢിത്തമായി പറയുന്നേ? യേശു സകലതും കാൽവരിയെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ? പൗലോസ് പറയുക, ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാദിക്കുകയാണെന്ന് ചിന്തിച്ച് യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. പൗലോസ് വീണ്ടും പറയുക, സഹോദരന്മാരെ, അതിന്റെ 13-ാം വാക്യം, സഹോദരന്മാരെ അത് അങ്ങനെയല്ലെന്ന്, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണേ? അടുത്ത വാക്യം 14-ാം വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന്. ഗ്ലോറി. പിൻപിലുള്ളത് മറന്ന് ഞാൻ എന്ത് ചെയ്യുക? മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാ. യേശുക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിച്ച് അപ്പോസ്തലനായി നിൽക്കുന്ന വ്യക്തിക്ക് ഇനി എന്തിനാ ഓട്ടം? ഗ്ലോറി. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, ഞാൻ പിൻപിലുള്ളതും മറക്കാൻ പോവുകയാ. കാരണം അതൊന്നും ഓർത്തിരിക്കാൻ സമയമില്ല. എന്താ പിൻപിലുള്ളത്? പിൻപിലുള്ളതാണ് ഇതാ എന്നെ ആ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തത്, ഞാനതാ പറഞ്ഞ് അവിടെ വീണത്, തുടർന്ന് എന്നെ അവിടെ ഒട്ടിച്ചത്, ഇതാ എല്ലാം അവിടെ ഉണ്ട്. ഇതാ യേശുവിന്റെ പ്രവൃത്തികളൊക്കെ ഞാൻ ഓർക്കുകയാ. പക്ഷേ ഇതാ അപ്പോൾ എന്നെ കീപ്പ് ചെയ്യുവാൻ ന്യായപ്രമാണം തന്നത്, ഇതാ എന്നെ പറിച്ച് പുറത്തേക്ക് ഇട്ടപ്പോ ഇതാ എന്റെ മുകളിലേക്ക് ഇതാ പ്രാണികൾ വന്നിരുന്നത്, വെയിലടിക്കുമ്പോൾ ഞാൻ വാടാതിരിക്കുവാൻ തക്ക വേണോ ഇതാ ഒരു കവറിങ് കൊണ്ട് ഇട്ടതുപോലെ ഇതാ ന്യായപ്രമാണം എന്നെ മുകളിൽ കൊണ്ട് ഇട്ടത്. ഇങ്ങനെ പലതും എനിക്ക് ഓർക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി ഓർക്കാനുള്ള സമയമല്ല. അതിന്റെ കാലം കഴിഞ്ഞു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം, അത് സ്നാപക യോഹന്നാൻ വരെയായിരുന്നു. ആ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പിൻപിലുള്ളതിനെ മറന്നിട്ട് ഇതാ എന്റെ ദൈവം എന്നെ ഈ തോട്ടത്തിൽ നട്ടതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് ഇതാ ഞാൻ പോവുകയാ. ഇനി എനിക്ക് വേസ്റ്റ് ആക്കാൻ ഒട്ടും സമയമില്ല. എന്നെ ഇനി ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. എന്റെ അപ്പൻ എന്നെ കുറിച്ച് ഇഷ്ടമുണ്ട്. ആ റോയ് ബദർ ആ ചെടി ആ തോട്ടത്തിൽ നട്ടപ്പോ അതിനകത്ത് എന്താണ് ഇഷ്ടമുണ്ടായിരുന്നത്? ഇതേപോലെ സ്വർഗീയ പിതാവ് ഈ ലോകമെന്ന തോട്ടത്തിൽ എന്നെ നട്ടപ്പോ ആ ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അത് നിറവേറ്റുവാൻ ഇതാ ഞാൻ അത് സാധാരണ കോളിംഗ് അല്ല, അത് ഹയർ കോളിംഗ്. അതിലേക്ക് ഞാൻ ഓടുകയാണ്. മനസ്സിലായോ? അപ്പോൾ സകലതും ഫിനിഷ്ഡ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾ നോക്കിയേ,
ഈ പറഞ്ഞ ഹയർ കോളിംഗ് ഫിനിഷ്ഡ് ആയിട്ടുണ്ടോ? ഹയർ കോളിംഗ് ഫിനിഷ്ഡ് ആയിട്ടുണ്ടോ? സഹോദരന്മാരോട് വ്യക്തമായിട്ട് പറയുക, മക്കളെ ഇത് ഫിനിഷ്ഡ് ആയിട്ടില്ല, ഞാനത് പ്രാപിക്കാമോ എന്ന് വെച്ചോടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫിനിഷ്ഡ് ആയെന്നും പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ഓട്, ഓട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഫൗണ്ടേഷനോ? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. ആമേൻ. അതിൽ ഉറച്ചുകൊണ്ട് ഓട്. ഹല്ലേലൂയ. ഹയർ കോളിംഗ് ഓഫ് ക്രൈസ്റ്റ്, the higher calling of God in Christ. ആമേൻ. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളി. ഇത് ഈവൻ ക്രിസ്തുവിന്റെ വിളിയല്ല, ദൈവത്തിന്റെ വിളി. ആരിൽ? ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ വിളി വേറെയാ. എഫേസ്യ ലേഖനം 4:15 നമുക്ക് കാണാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും തെരഞ്ഞെടുത്തു. ആമേൻ. ഇത് ദൈവത്തിന്റെ വിളിയ. ആരിൽ? ക്രിസ്തുവിൽ. ഇത് ഇൻ ക്രൈസ്റ്റ്, മറ്റത് ഓഫ് ക്രൈസ്റ്റ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക, ഇത് പൂർത്തിയായിട്ടില്ല. ആമേൻ. ഇനിയും പൂർത്തിയാകാത്തത് പലതും കിടക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു കാര്യം കൂടി വായിക്കാം, ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് തുടങ്ങിയത് എന്തൊക്കെയാണെന്ന് അറിയാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം അവസാനം പൂർത്തിയായത് എന്താണെന്നറിയാൻ. ഗ്ലോറി. ഇതൊരു സീരിയസ് ക്ലാസ്സുകളായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഒരു വാവൂടി വായിക്കാം. വായിച്ച് എന്താ ഈ ഹയർ കോളിംഗ് മനസ്സിലാകാം. ഇനി മനസ്സിലാക്കേണ്ടത്, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ജയം പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമ്മള് ഇന്ന് യേശു ക്രിസ്തു ജയം പ്രാപിച്ചത് കൊണ്ട് എവറിത്തിങ് ഫിനിഷ്ഡ്, ഇനി നമ്മൾ ജയിക്കണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുകയാണ്. കാരണം യേശു ജയിച്ചല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ ജയിക്കുന്നത് എവറിത്തിങ് ഫിനിഷ്ഡ്. ഞാൻ ശരിക്കും കണ്ടത് ഒരു കൂട്ടം മടിയന്മാരെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഏമേ. കാരണം യേശു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയല്ല സഹോദരങ്ങൾ. ചിലപ്പോൾ പ്രസംഗിക്കുന്നവർക്ക് അതാ കൺസെപ്റ്റ് ഉണ്ടായിരിക്കത്തില്ല, നല്ലവർക്ക്. പക്ഷെ കേൾക്കുന്ന ജനം ധരിക്കുന്ന അതാണ്. കാരണം ഓൾറെഡി ഈ ജനം ഒരാഴ്ച കാത്തിരിക്കാനൊന്നും വയ്യ. അരകല്ല് മിക്സിങ് കൊണ്ട് ഒരു സെയിൽസ്മാൻ വന്നാൽ അരകല്ല് തിരഞ്ഞെടുക്കാതെ മിക്സി തിരഞ്ഞെടുക്കുന്ന ജനമാണ്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പം കാര്യം നടത്തുക എന്ന് ചിന്തിച്ചിരിക്കുന്നിടത്താണ് സകലതും ഫിനിഷ്ഡ് ആയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനം ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു പക്ഷേ ദൈവദാസൻ നല്ലവനാണെങ്കിൽ ആ ഉദ്ദേശം ചിലപ്പോൾ ഈ ജനം അങ്ങനെ ഏറ്റെടുക്കുന്നതായിരിക്കാം. പക്ഷെ ജനം എടുക്കുന്നത് അതുപോലെയാ. അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്തെല്ലാം കാൽവരി ക്രൂശിലെ യാഗത്തിൽ പൂർത്തിയായിട്ടില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ആ ഒരു ഭാഗം കൂടി നമുക്ക് വായിച്ചിട്ട് ഇന്നത്തെ നമുക്ക് അവസാനിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് തുടരും. നിങ്ങൾ ഇത് തുടർമാനവുമായിട്ട് കേട്ടാട്ടെ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ, വായിച്ചാട്ടെ. നമ്മൾ പലരും ചിന്ത യേശു ജയിച്ചത് കൊണ്ട് നമ്മൾ ജയിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ എല്ലാ വിശ്വാസികളും ജയം പ്രാപിക്കണം. എന്താ ജയം പ്രാപിച്ചാൽ ഗുണം? ശ്രദ്ധിച്ചേ. വെളിപ്പാട് പുസ്തകം 21:7 ബൈബിളിൽ തീരുന്ന ആ ഭാഗങ്ങളാണ്. 22 അധ്യായങ്ങളെ ഉള്ളൂ വെളിപ്പാട് പുസ്തകം. 21:7 നിത്യത തുടങ്ങിയിരിക്കുന്ന സമയം, അതായത് നിത്യത റിസ്യൂം, വീണ്ടും ആ ടൈം കഴിഞ്ഞിട്ട് ആ ഭാഗമാണ് കാണുന്നത്. അവിടെ പറയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഗ്ലോറി. വെളിപ്പാട് 21:7 ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് ശ്രദ്ധയോടെ ആ ഭാഗം ശ്രദ്ധിക്കാം. 21:7 ഇങ്ങനെയാണ് പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്തിനാ ജയിക്കണം? യേശു ജയിച്ചില്ലേ? യേശു ജയിച്ചില്ലേ? പിന്നെ എന്തിനാ ജയിക്കണേ? അതിൽ വിശ്വസിച്ചാ പോരെ? അല്ല സഹോദരങ്ങളെ, അതല്ല പാർട്ട്. അത് വേറെ, ഇത് വേറെ. ആ വിശ്വാസത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ആ വിശ്വാസങ്ങളാണ് എല്ലാം ആരംഭിക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോ വിശ്വാസികളും വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ എടുക്കേണ്ട ജയത്തെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ജയിക്കേണ്ട ആവശ്യമല്ലോ, ഇത് യേശു ജയിച്ച ജയമാണല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താണെന്ന് പറഞ്ഞെന്നറിയാമോ?
ഇവിടെ പറയുകയാണ്, ജയിക്കുന്നവന് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത് പോവുകയാണ്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകനായിരിക്കും, ദൈവത്തിന്റെ വചനം പറയുന്നത്. ഗ്ലോറി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം, യേശു ജയിച്ചത് കൊണ്ട് നമ്മൾ ജയിക്കേണ്ടെന്നാണല്ലോ. എന്നാൽ കടന്നു വന്നാട്ടെ, യേശു വ്യക്തമായിട്ട് യേശു ക്രിസ്തു എഴുതിയ ലേഖനം എന്ന് പറയത്തക്ക വണ്ണം ഇതാ യേശു ക്രിസ്തു ലവോദിക്യ സഭയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാം, ലവോദിക്യ സഭയ്ക്ക് യേശു എഴുതിയ ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അല്ലാതെ ഞാൻ ജയിച്ചത് കൊണ്ട് നിങ്ങൾ ഇനി അത് ഏറ്റെടുത്താൽ മതി എന്നല്ല പറയുന്നേ. ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. പക്ഷെ ഇതെല്ലാം ആരംഭിക്കുന്ന യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ. ഇനി ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. കണ്ടോ, 2 ജയങ്ങളെ യേശു സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഞാൻ ജയിച്ച എന്റെ ജയം, അതുപോലെ സഹോദര സഹോദരി നീയും ജയിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ ജയിച്ചത് കൊണ്ട് ഇനി നീ ജയിക്കണമെന്നല്ല. ഞാൻ ജയിച്ചു, ഇതേപോലെ നീയും ജയിക്കണം. ഞാൻ നിനക്ക് മുമ്പേ നല്ലൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ നമ്മളുടെ ജയം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നമ്മൾ ഓരോ നിമിഷവും ദുഷ്ടനെ ജയിക്കേണ്ടതായിട്ടുണ്ട്. നാം ഓരോ നിമിഷവും ലോകത്തെ ജയിക്കേണ്ടതായിട്ടുണ്ട്. നാം ഓരോ നിമിഷവും ജഡത്തെ ജയിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനുള്ള സകല ശക്തിയും ഫൗണ്ടേഷനും എല്ലാം യേശു ക്രിസ്തു തന്റെ കൃപയാൽ നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടത് അനുസരണം, ദൈവത്തോടുള്ള അനുസരണം. ഏതൊരു ദൈവത്തിന്റെ സന്ദേശവും അനുസരണത്തിൽ മൂടിയിരിക്കും. ദൈവത്തോടുള്ള അനുസരണത്തിൽ മൂടിയിരിക്കും. അല്ലാതെ മറ്റ് തത്വചിന്തകൾ കൊണ്ട് ദൈവത്തോടുള്ള അനുസരണത്തെ ക്യാൻസൽ ചെയ്യുന്ന ഏതൊരു സന്ദേശത്തെയും പ്രിയ ദൈവജനമേ സ്വീകരിക്കരുത്. ഏതു ദൈവ സന്ദേശമാണെങ്കിലും അതിൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ള കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, വിശ്വസിച്ചാ പോരെ? ശ്രദ്ധിച്ചേ, യഥാർത്ഥ വിശ്വാസം മെഷർ ചെയ്യുന്ന അനുസരണത്തിലൂടെയാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ യേശു ക്രിസ്തു പ്രസംഗിക്കുവാനായിട്ട് ഗന്നരത്ത് തടാകത്തിന്റെ അടുക്കൽ വരുമ്പോൾ അവിടെ പത്രോസിന്റെ വഞ്ചിയുണ്ട്. ആ വഞ്ചിയിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രിയ സഹോദരങ്ങളെ, പത്രോസിനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീട്ടി വലയെറിയ. ഈ സമയത്ത് പത്രോസ് ആരാ നിങ്ങൾക്ക് അറിയാമോ? ആ നാട്ടിൽ ജനിച്ച് തൻ്റെ പിതാവിനോടുകൂടെ മീൻ പിടിക്കാൻ പോയി, മീൻ എവിടെയുണ്ട്, എങ്ങനെ വലയെറിയണം, എവിടെ എറിയണം എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ചിരിക്കുന്ന വ്യക്തിയോട് ഇപ്പോൾ മീൻ പിടിക്കുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കണം ആരാ? മരപ്പണിക്കാരൻ. സഹോദരന്മാരെ, നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർമാരും എഞ്ചിനീയർമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മരപ്പണിക്കാരൻ കൊച്ചൻ വന്നിട്ട് പറയുക, ടീച്ചറെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോണേ? ഇതേപോലെയാണ് പത്രോസിന്റെ അടുക്കൽ ആര് വന്നിരിക്കണേ? യേശു. മരപ്പണിക്കാരൻ വന്നിട്ട് മീൻ പിടിക്കാൻ നന്നായി അറിയാവുന്ന വ്യക്തിയോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ. ഹല്ലേലൂയ. സാധാരണ നിങ്ങൾ ടീച്ചർമാരാണെങ്കിൽ പറഞ്ഞേനെ, കൊച്ചനെ ഞാൻ ഈ പണി ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല, ഞാൻ കുറെ നാളായി തുടങ്ങിയിട്ട്. നീ ഒരു മരപ്പണിക്കാരൻ, നീ എന്നാ പഠിപ്പിക്കാനാ? എന്നാൽ പത്രോസ് അങ്ങനെയല്ലായിരുന്നു. പത്രോസ് തിരിച്ചു പറഞ്ഞു, സാഹചര്യം പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം.
എന്താണ് നിന്റെ വാക്കിൽ എന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ അനുസരിക്കാം. അനുസരണത്തിലൂടെയാ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ക്രിസ്റ്റൽ ക്ലിയർ ആയി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാ. എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ അത്ര കേൾക്കത്തുള്ളൂ വിശ്വാസം. എന്നാൽ ആ വിശ്വാസം എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് അതിന്റെ ഏറ്റവും താഴ്ത്ത വാക്യത്തിലുണ്ട്. അതിൽ വന്നിട്ട് വേണം അത് പൂർത്തീകരിക്കാൻ. ആമേൻ. ആ ഭാഗം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി. യോഹന്നാൻ 3-ാം അതിന്റെ 16-ാം വാക്യം. ശബ്ദത്തിൽ കേൾക്കുന്നവരെല്ലാം നിങ്ങളുടെ വചനം എടുത്ത് ചെക്ക് ചെയ്യുക. അവിടെ എഴുതിയിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, വിശ്വസിച്ചാൽ മതി, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ, ഈ വിശ്വാസത്തിൽ നമ്മൾ വന്നാൽ നാം രക്ഷപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കും. സത്യമാണ്. പക്ഷേ വിശ്വാസം, ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം ഏതാ? താഴേക്ക് വായിച്ച് അതിന്റെ ഏറ്റവും അവസാനത്തിൽ വരുമ്പോ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് 36-ാം വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഇനി അടുത്തത് അടിവരയിട്ട് ഹൃദയത്തിൽ കുത്തി നിറച്ചു വെച്ചോളൂ. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പോൾ എങ്ങനെയാ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടുന്നേ, തെളിയിക്കപ്പെടുന്നത്? അനുസരണത്തിലൂടെയാ. അതാ കർത്താവ് പറഞ്ഞ, കുറെ ലോഡ് എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നെ കർത്താവ് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അനുസരണത്തിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ വിശ്വാസം തെളിയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. യേശു എന്റെ ഇടയനാണെങ്കിൽ, യേശു എന്റെ കർത്താവാണെങ്കിൽ ഞാൻ യേശുവിനെ അനുസരിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 6-ാം വാക്യത്തില് കർത്താവ് ഒരു ചോദ്യം ജനത്തോട് ചോദിക്കുന്നുണ്ട്. കർത്താവിനെ ഇതാ രക്ഷകൻ എന്ന് പറയുകയും കർത്താവ് എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? കണ്ടോ, ഭയങ്കര കർത്താവുമായിട്ടുള്ള ബന്ധമാ. പക്ഷേ ജീവിതത്തിലില്ല, അനുസരണത്തിലില്ല. ഈ ഒരു ബന്ധമല്ല, പകരം അനുസരണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾ യഥാർത്ഥ ദൈവജന ശുശ്രൂഷയിൽ കാണുന്നത്. ദൈവത്തോട് അനുസരണം കാണിക്കുന്ന ശുശ്രൂഷ, ദൈവത്തോട് അനുസരണം കാണിക്കുന്ന ശുശ്രൂഷ. എബ്രായർ 5:8 പറയുക, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ യേശു അനുസരണം പഠിച്ചു. അതുകൊണ്ട് യേശു പഠിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പഠിക്കണ്ട. നോ. അടുത്ത വാക്യം, തുടർന്ന് തന്നെ അനുസരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഗ്ലോറി. കറിഞ്ഞുകൂടെ അല്ലേ? എടുത്താട്ടെ, വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി. ഹെബ്രായ ലേഖനം 5-ാം വാക്യം, അനുസരണത്തിന് പ്രാധാന്യമല്ലാത്തതിനൊന്നും സ്വീകരിക്കരുത്. അതിന് 5:8 പറയുക, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ചു. യേശു സ്വർഗത്തിൽ നിന്ന് അനുസരണം ഇമ്പോർട്ട് ചെയ്തില്ല, ഇവിടെ വന്ന് പഠിക്കുക ചെയ്തേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളും പഠിക്കണം. ദൈവം ഭൂമിയിൽ വന്ന് പഠിച്ച കാര്യമാണ് അനുസരണം. കാരണം ദൈവം ആരെയും അനുസരിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോ ഇതാ അനുസരണം പഠിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ഞാൻ അനുസരിച്ചോട് നിങ്ങൾ അനുസരിക്കേണ്ടതാണോ? അല്ല. അടുത്ത വാക്യം വായിക്കേ, തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന അവർക്കും. ആഹാ, വിശ്വസിച്ചാൽ പോരെ? മതി. വിശ്വാസത്തിന്റെ തെളിവ് അനുസരണം. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഗ്ലോറി. സഹോദരങ്ങളെ, ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഏതൊരു ദൈവജന ശുശ്രൂഷയും അത് ദൈവത്തെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് ആഹ്വാനം തരും. ദൈവത്തെ അനുസരിക്കുവാൻ. വെറും വിശ്വാസമല്ല, വിശ്വാസം, യഥാർത്ഥ വിശ്വാസം അനുസരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും. ഗ്ലോറി, ഹല്ലേലൂയ. തുടർന്നും ഇനി യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ എന്തെല്ലാം തീർന്നിട്ടില്ല. ഇന്ന് നമ്മൾ കേട്ടു, ഹയർ കോളിംഗ് തീർന്നിട്ടില്ല. ആ പരമവിളിയിലേക്ക് ഇതാ പൗലോസ് ഓടുകയാണ്. ആമേൻ. ഇന്ന് നാം കേട്ടു, ഇതാ ദൈവ മക്കൾ, വിശ്വാസികൾ ജയം പ്രാപിച്ചിട്ടില്ല, അവർ പ്രാപിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാ. ജയിക്കുന്നവരുടെ അവകാശമാകും. ആമേൻ.
എങ്ങനെ കർത്താവ് ഞാൻ ജയിച്ചെന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിക്കണം. ആമേൻ. അപ്പൊ എവരിത്തിങ് ഫിനിഷ്ഡ് ആയെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും തീർന്നിട്ടില്ല. മനസ്സിലായോ? ഇനിയും തീരാത്തതിന്റെ ലിസ്റ്റ് നമ്മൾ താഴേക്ക് കേൾക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാം തീർന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, തുടങ്ങിയത് എന്താണെന്ന് മനസ്സിലാക്കുക, ഇനി തീരാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ അകത്ത് ദൈവാത്മാവുണ്ട്, നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകവും ഉണ്ട്. ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന സകലരെയും ഇതാ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങ് ഏൽപ്പിച്ചത് ഇതാ കർത്താവെ ഈ ലോകത്തിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ പാതയിൽ അങ്ങയുടെ ആത്മാവ് നയിക്കുവാൻ ഈ വചനങ്ങൾ സഹായമായി തീരട്ടെ. അനുസരണത്തിലൂടെ, ദൈവത്തോട് അനുസരണത്തിലൂടെ ഞങ്ങൾ വളരുവാൻ, ക്രിസ്തുവാകുന്ന തലയോളം എത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ആ സമയത്ത് തന്നെ കാൽവരി ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്കിട്ട അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ പുതിയ സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ ദൈവപുത്രന്മാരായി വളങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായിരിക്കട്ടെ പിതാവേ, ഒരു അനുഗ്രഹമായിരിക്കട്ടെ.